ഇറാന് നേരെ ഇസ്രായേൽ അഴിച്ചുവിട്ട ആക്രമണത്തിന് അവർ പേരിട്ടിരിക്കുന്നത് റൈസിംഗ് ലയൺ എന്നാണ്. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് ഇസ്രായേൽ ആ പേര് ഇടേണ്ടില്ലായിരുന്നു എന്നാണ്. കാരണം ഇത്രയും കാലം ഇസ്രായേലിനെ അനുകൂലിക്കുന്ന ആളുകൾക്കിടയിലെങ്കിലും വലിയൊരു പ്രതിച്ഛായ ഉണ്ടായിരുന്നു. ഇസ്രായേൽ അവർക്ക് നേരെ വരുന്ന ഏത് മിസൈലുകളെയും തടുക്കാനും അവരുടെ ആളുകളെ സുരക്ഷിതമായി നിർത്താനുമുള്ള ആധുനിക സംവിധാനങ്ങൾ ഇസ്രായേലിന്റെ അടുക്കൽ ഉണ്ട് എന്ന് കരുതിയിരുന്നു. അവര് ലയൺ ആണ് എന്ന് കരുതിയ ചിലരെങ്കിലും ലോകത്തുണ്ടായിരുന്നു. പക്ഷെ അവരുടെ ധാരണ തിരുത്താൻ ഈ യുദ്ധം കാരണമായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ പേര് അവർക്ക് ഉചിതമായിരുന്നില്ല. അതേസമയത്ത് ഇറാനെ കുറിച്ച് ലോകത്തുണ്ടായിരുന്ന വലിയൊരു വിചാരം മാറുകയാണ്. ഇറാൻ അത്രമാത്രം ശക്തമല്ല, ഉപരോധങ്ങളാൽ പട്ടിണിയാൽ പ്രയാസപ്പെടുന്ന ഒരു രാഷ്ട്രമാണ്. അവർക്ക് ആധുനിക സംവിധാനങ്ങളിലും ആയുധങ്ങളിലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, ടെക്നോളജികളിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ധരിച്ചിരുന്നു. പക്ഷേ അവരെ കുറിച്ച് ഇപ്പോൾ ലോകം പറയുന്നത് യഥാർത്ഥ റൈസിംഗ് ലയൺ ഇപ്പോൾ ഇറാനാണ് എന്നാണ്. കാരണം ഇറാന്റെ ശത്രുവായി ഇവിടെ യുദ്ധത്തിന് വന്നത് ഇസ്രായേലും അമേരിക്കയുമാണ്. ഇതിനപ്പുറം ലോകത്ത് ഇനി വലിയ ശക്തിയില്ല. അവരോട് നേരിടാൻ എത്രത്തോളം എന്ന് പറഞ്ഞാൽ അമേരിക്ക ആക്രമണം നടത്തിയപ്പോൾ അവരുടെ ബേസിന് നേരെ മിസൈൽ ആക്രമണം നടത്താൻ അവർക്ക് സാധിച്ചു. ഒരുപക്ഷെ ആദ്യത്തെ ഒരു രാഷ്ട്രമായിരിക്കും അമേരിക്കയുടെ ഖത്തറിലുള്ള ഉദൈദ് എന്നറിയപ്പെടുന്ന ബേസിന് നേരെ ആക്രമണം നടത്തുന്നത്. ഇന്നിപ്പോൾ ഞാൻ മലയാളത്തിലെ പല ചാനലുകളും ശ്രദ്ധിക്കുന്ന സമയത്ത് ഇസ്രായേലിനെ എല്ലാ സമയത്തും സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ വിചാരിച്ച ഇസ്രായേൽ അവരുടെ അയൺ ഡോം എന്ന് പറയുന്നത് ശക്തമായ സംവിധാനമാണ്, ലോകത്ത് അതിന് തുല്യമായ ഒന്നില്ല എന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നു. പക്ഷേ അവരുടെ അയൺ ഡോം ഇതുവരെ തകർത്തത് ഈ ഹിസ്ബുള്ളയുടെയും ഹമാസിന്റെയും ഒക്കെ സാധാരണ റോക്കറ്റുകൾ മാത്രമാണ്. ആധുനിക സംവിധാനങ്ങളുള്ള പുതിയ തരം മിസൈലുകളെ തകർക്കാനൊന്നും അതിന് സാധിക്കുകയില്ല എന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ പല്ലുപോയ ഒരു വാർദ്ധക്യമെത്തിയ സിംഹമായിട്ടാണ് ലോകം ഇസ്രായേലിനെ വിലയിരുത്തിയത്. അതേസമയത്ത് അത്രയൊന്നും ശക്തമല്ല എന്ന് കരുതിയെന്ന ഇറാൻ ഒരു ഹീറോ ആയി മാറി എന്നതും ഈ യുദ്ധത്തിലൂടെ നമുക്ക് കാണാൻ സാധിച്ച ഒരു സംഭവമാണ്. ഇന്നിപ്പോൾ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി പറയുകയാണ്, യഥാർത്ഥത്തിൽ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി പലതവണ മധ്യസ്ഥർ മുഖേന ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന്. ഈ യുദ്ധം നിർത്താൻ വേണ്ടി ആവശ്യപ്പെടുന്നത് ഡൊണാൾഡ് ട്രംപാണ്. ഈ ട്രംപ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ അത് ഇസ്രായേൽ അറിയാതെയാണ് എന്ന് വിശ്വസിക്കാൻ മാത്രം മന്ദബുദ്ധികളായി കേരളത്തിലോ ലോകത്തോ ആരെങ്കിലും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇസ്രായേലും അമേരിക്കയും നടത്തിയ നീക്കങ്ങളൊക്കെ എത്രമാത്രം മുൻകൂട്ടി നിശ്ചയിച്ച പദ്ധതികളായിരുന്നു എന്ന് ആ ആക്രമണം കണ്ടാൽ മനസ്സിലാകും. ഇസ്രായേൽ തന്നെ അടിച്ചാൽ തീരുമെന്ന് അമേരിക്ക വിചാരിച്ചു. അതിനുവേണ്ടി കാര്യങ്ങളൊക്കെ അവരെ ഏൽപ്പിച്ചു. എല്ലാ രഹസ്യാന്വേഷണ വിവരങ്ങളും ഇസ്രായേലിന് നൽകി. പക്ഷേ അവരടിച്ചാൽ തീരില്ല എന്ന് തോന്നിയപ്പോൾ ലോക പോലീസ് തന്നെ അടിക്കാൻ വേണ്ടി വന്നു. പക്ഷെ അതുകൊണ്ടും വലിയ കാര്യമൊന്നും ഉണ്ടായില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഇന്ന് ഇറാൻ പറഞ്ഞിരിക്കുന്നത് അമേരിക്ക ഈ ഫോർദോ ആണവ നിലയത്തിന് നേരെ ആക്രമണം നടത്തിയതിന്റെ 2 ദിവസം കഴിയുമ്പോൾ വെടിനിർത്തൽ കഴിഞ്ഞ തൊട്ട ഉടനെ തന്നെ ഞങ്ങളുടെ ആണവ റിയാക്ടറിൽ ആണവ സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ യുദ്ധം അവസാനിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഇറാൻ വീണ്ടും അവരെ പണി തുടങ്ങാൻ. എന്താണ് ഈ യുദ്ധത്തിലൂടെ ഇസ്രായേലും അമേരിക്കയും നേടിയത് എന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിന് ഉത്തരം റൈസിംഗ് ലയൺ അല്ല, ഇസ്രായേൽ ഊതി വീർപ്പിച്ച ബലൂണാണ് എന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കി. ഇറാൻ എന്ന് പറയുന്നത് നിശബ്ദമായി നിൽക്കുന്ന ഒരു ലയൺ ആണ് എന്ന കാര്യവും പല ആളുകൾക്കും ലോകത്തിന് മൊത്തത്തിലും ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഇതാണ് ഈ യുദ്ധത്തിന്റെ അനന്തരഫലമായി ഉണ്ടായിരിക്കുന്നത്. അതേസമയം നാശനഷ്ടങ്ങൾ 2 ഭാഗത്തുമുണ്ട്. ഇത് ഒരു യുദ്ധം എന്ന് പറയുമ്പോൾ ലക്ഷ്യം നേടാൻ വേണ്ടി യുദ്ധം ചെയ്യുന്ന സമയത്ത് പലതും നഷ്ടപ്പെടും. പക്ഷെ ആ യുദ്ധ സമയത്ത് നഷ്ടപ്പെടുന്ന എന്ത് എന്ന കാര്യത്തിലല്ല പ്രസക്തി നിൽക്കുന്നത്. താൻ ഉദ്ദേശിച്ച ലക്ഷ്യം നേടാൻ വേണ്ടി എന്ത് ചെയ്യുന്നു എന്നതാണ്, എന്ത് ചെയ്തു എന്നതാണ്, അത് നേടിയോ എന്നതാണ്. ഇനി തനിക്കെതിരെ വരുന്ന ആക്രമിയെ പിടിച്ചു നിർത്താൻ ഒരുപക്ഷെ പല നഷ്ടങ്ങളും ഉണ്ടാകുമെങ്കിലും അതിനവർക്ക് സാധിച്ചോ എന്നതാണ്. അതായത് തങ്ങൾക്ക് നേരെ നീട്ടുന്ന കൈകൾ വെട്ടാൻ അവർക്ക് സാധ്യമായോ എന്നതാണ് യുദ്ധത്തിലെ പ്രധാനപ്പെട്ട കാര്യമായി നമ്മൾ പരിശോധിക്കുന്നത്. എന്നാൽ ആ കാര്യത്തിൽ എല്ലാ അർത്ഥത്തിലും വിജയിച്ചിരിക്കുന്നത് ഇറാൻ തന്നെയാണ്. അതുകൊണ്ടാണ് ലോകത്ത് പല രംഗത്തും ഇറാന്റെ വിജയം ഇപ്പോൾ ആഘോഷിക്കുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് ഇസ്രായേലിനകത്ത് തന്നെ അവരുടെ പഴയ പ്രധാനമന്ത്രിയും പ്രതിപക്ഷവുമൊക്കെ ഇസ്രായേലിന് പൂർണ്ണ പരാജയമെന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്.